യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 2025 ജൂലൈ 10 പകൽക്കാലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പേ ആയിരിക്കുന്നത്. അതിനായി ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അല്പമായി ചിന്തിക്കുവാനുള്ളത് പ്രവൃത്തിയും വ്യായാമവും ആരോഗ്യം എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊരു വേദവാക്യം വായിച്ചു തുടങ്ങാം. യെശയ്യാ പ്രവചനൻ്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു: വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലം എന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. ആമേൻ. വാചിതായ തിരുവചനങ്ങൾ ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവൃത്തിയും വ്യായാമവും ആരോഗ്യം എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആരോഗ്യം ഏറ്റവും അത്യാവശ്യമാണ് ഒരു ഓരോ മനുഷ്യ ജീവികൾക്കും. എന്നാൽ പലപ്പോഴും ഈ ആരോഗ്യം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഓരോ മനുഷ്യനും ഇന്നത്തെ 24 മണിക്കൂർ തികയുന്നില്ല. ആ ജീവിത സാഹചര്യങ്ങൾ ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ തന്നെ നമ്മൾ മറന്നു പോകുന്നതായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ഒരു നല്ല ആരോഗ്യം വേണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പ്രതിപാദിക്കുന്നു, അത് ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ആരോഗ്യ ദൂത് വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിനുടനീളം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് കഴിക്കാം എന്ത് കഴിച്ചൂടാന്ന് അവിടെ അടിവരയിട്ട് പറയുമ്പോൾ ഇന്ന് ആ മനുഷ്യൻ ആ വേദശകലങ്ങളെയോ ആ ആരോഗ്യ ദൂതോ ശ്രദ്ധിക്കാതെ അതിൽ പറഞ്ഞിട്ട് കഴിക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെയും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുഖാരം എന്ത് ചെയ്യുന്നു? അനേക രോഗത്താൽ ഭാരപ്പെടുന്നു ചെയ്യുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്ന് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് രാത്രി വരെ നമ്മൾ നമ്മുടെ പട്ടണങ്ങളിലോ എന്തിന് ഗ്രാമങ്ങളിൽ തന്നെ ഒരു യാത്ര പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. 2 സ്ഥലങ്ങളിലാണ് അനേക കൂട്ടങ്ങൾ കാണുന്നത്. ഒന്ന് ഫാസ്റ്റ് ഫുഡ്, അല്ലെങ്കിൽ നമ്മളെ നാടൻ രീതി പറയുന്ന തട്ടുകടയിൽ പോലും ഇന്ന് ഭയങ്കര തിരക്കാണ്. നമ്മൾ പലപ്പോഴും നമ്മളും അവിടെയൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് അല്ലേ? ഭയങ്കര തിരക്കാണ്. അതേ തിരക്ക് കാണുന്ന മറ്റൊരു സ്ഥലമുണ്ട്. നിങ്ങളെ നാട്ടിലുള്ളതോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളോ ശ്രദ്ധിച്ചാൽ അറിയാം, മെഡിക്കൽ ഷോപ്പ്, മരുന്ന് കൊടുക്കുന്ന സ്ഥലം. ഈ 2 സ്ഥലത്തും ഇന്ന് ഒരേപോലെ തിരക്കാണ്. നമ്മൾ ആഹാരം കഴിച്ചിട്ട് രോഗം വന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത് ഒരു വാസമായി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്നു, നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് തിന്നാലും അത് ദൈവത്തിന് മഹത്വമുള്ളത് ആയിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 31 ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്തുകൊള്ളുവിൻ. അപ്പം നമുക്ക് എന്തു വേണോ കുടിക്കാം, എന്തു വേണോ തിന്നാം എന്ന് വചനം പറയുന്നു. പക്ഷേ ആ കഴിക്കുന്നതൊക്കെയും ദൈവമഹത്വത്തിനായിരിക്കണം. അപ്പം നമ്മൾ കഴിക്കുന്ന വസ്തുക്കളെല്ലാം ദൈവഹിതമായിരിക്കണമെന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായിട്ട് കാണണമെന്ന് നമ്മളെ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ വിധ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് ശരിക്കുള്ള വ്യായാമം ഇല്ലാത്ത നമ്മളെന്താണ് ആരോഗ്യമില്ലാത്തവരായി മാറുന്നു. നല്ല ഉറക്കം, നല്ല വ്യായാമം, നല്ല ഭക്ഷണം, കറക്റ്റായിട്ടുള്ള വെള്ളം, ഇതൊക്കെയും കുടിച്ചാൽ നല്ല ഒരു ആരോഗ്യവനായ ഒരു മനുഷ്യനെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയും. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതൊന്നും സമയം കിട്ടുന്നില്ല. നമ്മൾ ജീവിത സാഹചര്യങ്ങളൊക്കെ
തരണം ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല ദൈവം പ്രതിപാദിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി നമ്മളെ ശരീരങ്ങളെ മാറ്റുവാൻ പറഞ്ഞിരിക്കുന്നു. അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഈ ലോകത്ത് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം നമ്മുടെ ശരീരങ്ങൾ വന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ഏതൊരു ഉപയോഗമുണ്ടെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ വ്യക്തമായി പറയുന്നു. കൊരിന്ത്യർ 13-16-17 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നല്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. നോക്കണം, ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലയോ? നിങ്ങളും അങ്ങനെ തന്നെ. അപ്പം നല്ല ഒരു ശരീരമുണ്ടെങ്കിൽ അത് ദൈവത്തിന് വിശുദ്ധമാണ്. കാരണം ദൈവം വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. തീർച്ചയായും എന്നെ ഈ പാൽക്കാലം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയുന്നത്, നമ്മൾ നല്ല ആരോഗ്യവാനായിരിക്കണം. കാരണം നമ്മളെ കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായി ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞ് ഓടേണ്ട ആവശ്യമില്ല. നല്ല ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, ആ ഭക്ഷണത്തിനൊപ്പം നല്ല ആരോഗ്യവാന്മാരായിരിക്കുക, നല്ല വ്യായാമം ചെയ്യുക. കാരണം നമ്മളെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവം വസിക്കുവാനായി നമ്മളെ മന്ദിരമായി നമ്മളെ ശരീരത്തെ ഒരുക്കുന്നു. അങ്ങനെ ഈ ശരീരത്തെ നമുക്ക് ഒരുക്കാം. ഈ പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. നല്ല ഭക്ഷണത്തോടും കൂടി നല്ല ആരോഗ്യത്തോടും കൂടി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങൾ അധിവാസം ചെയ്യുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ട ദൂതനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, പലപ്പോഴും കർത്താവേ അവിടുത്തെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ പലവിധമായ ഭക്ഷണം മറ്റും കഴിച്ചുകൊണ്ട് രോഗശൈലിയിലേക്കാകുന്ന ഒരു അവസ്ഥയുണ്ട് കർത്താവേ. എങ്കിലും അവിടെ നിന്ന് തരുന്ന ആ ആഹാരം ദൈവമേ, ആ ആത്മീയ മന്നയും ഭക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് സന്തോഷമായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവമേ, ഈ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ആ ആരോഗ്യ ദൂത് പ്രകാരം ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ ശരീരങ്ങളെ അങ്ങയുടെ മന്ദിരമാക്കി മാറ്റുവാൻ ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവമേ, ഇന്ന് ഈ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ പാൽക്കാലം ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉടനീളം കൂടെ ഒന്ന് വഴി നടത്തണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.